ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ഇതായിരുന്നു: ഇതാ സകല ലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തായിരുന്നു സത്വാർത്ത? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2:10-11 വചനങ്ങൾ. ഈ സന്തോഷത്തിന്റെ കാരണം, ലോകം മുഴുവൻ സന്തോഷിക്കുന്നതിന്റെ കാരണം യേശുവിന്റെ ജനനമാണ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാം സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ കാരണം എന്താണ്? നാം ഒരുക്കുന്ന പുൽക്കൂടോ, നാം തയ്യാറാക്കുന്ന നക്ഷത്രങ്ങളോ, നാം അലങ്കരിക്കുന്ന ഇലുമിനേഷൻ ലൈറ്റുകൾ, അല്ലെങ്കിൽ മറ്റു ഗിഫ്റ്റുകൾ, സന്തോഷത്തോടെ നമ്മൾ പങ്കുവയ്ക്കുന്ന സമ്മാന പൊതികൾ, അല്ലെങ്കിൽ 25 നോമ്പ് നോക്കുന്നവരാണെങ്കിൽ നോമ്പ് വീഴുമ്പോഴോ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ പാടുന്ന കരോൾ ഗാനങ്ങൾ, ഇതൊന്നുമല്ല ആ സന്തോഷത്തിൻ്റെ കാരണം. സന്തോഷത്തിൻ്റെ കാരണം ഇതാണ്: ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ രക്ഷകനിലാണ് നാം സന്തോഷിക്കേണ്ടത്. ആ യേശുവിലാണ് നാം സന്തോഷിക്കേണ്ടത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം യേശുവായി മാറണം. അതാകുന്നുണ്ടോ? ഈ ക്രിസ്മസ് കാലത്തെങ്കിലും യേശുവിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുവാൻ, രക്ഷകന്റെ പിറവിയിൽ സന്തോഷിക്കുവാൻ, ഹൃദയത്തിൽ മനസ്സിൽ ആനന്ദം കൂടെ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കാം. ആ ആനന്ദമാണ്, ആ സന്തോഷമാണ് നാം ഷെയർ ചെയ്യേണ്ടത്. അതാണ് നാം പങ്കുവയ്ക്കേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.